ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ ജോസയുടെ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റും ഇന്ന് തന്നെ ഔട്ടായിരിക്കുകയാണ്. കീമിൻ്റെയും ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് ഇന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. ഫൈനലായിട്ടുള്ളൊരു മെമ്മോയോട് കൂടിയിട്ടുള്ളൊരു അലോട്ട്മെൻറ്റ്. അപ്പോൾ രണ്ടിലും സീറ്റ് കിട്ടിയ കുട്ടികളുണ്ടാവും, ഏതെങ്കിലും ഒന്നിൽ സീറ്റ് കിട്ടിയ കുട്ടികളുണ്ടാവും, സീറ്റ് ലഭിക്കാത്ത കുട്ടികളുണ്ടാവും. ഇവരെല്ലാം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഒരു ക്രിസ്പായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ സീറ്റ് കിട്ടിയ കുട്ടികൾ സീറ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നോക്കുക. നമുക്ക് ആ കിട്ടിയിട്ടുള്ള സീറ്റ് വില്ലിങ് ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക, ഡോക്യുമെൻറ്റ്സുകൾ അപ്ലോഡ് ചെയ്യുക, അതുപോലെ തന്നെ സീറ്റ് ആക്സെപ്റ്റൻസിൻ്റെ ഫീസ് പേയ്മെൻറ്റ് നടത്തുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള, അതായത് ജോസ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വഴി നമുക്ക് കിട്ടിയിട്ടുള്ള സീറ്റുകൾ നമുക്ക് കൺഫേം ആക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിലേതെങ്കിലും ഒരു ഭാഗത്ത് മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള സീറ്റ് നമുക്ക് നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ അത് വളരെയധികം നന്നായി ശ്രദ്ധിക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്തായാലും നമുക്ക് കിട്ടിയിട്ടുള്ള സീറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൽ നിന്ന് തന്നെയായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അതിന് താഴെയുള്ള ഓപ്ഷൻസ് ഡിലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും. ഹയർ ഓപ്ഷൻസ് മാത്രമായിരിക്കും ഇനി അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ ആ അവൈലബിൾ ആയിട്ടുള്ള ഹയർ ഓപ്ഷൻസിൽ തന്നെ നമുക്ക് ജോസയിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഫ്ലോട്ട്, സ്ലൈഡ്, ഫ്രീസ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്നാൽ പോലും ഞാൻ ഇവിടെ ക്രിസ്പായിട്ട് പറയാം. വില്ലിംഗ് ടു ആക്സെപ്റ്റ് അഡ്മിഷൻ ടു എനി അക്കാദമിക് പ്രോഗ്രാം ഓഫ് മൈ ഹയർ പ്രിഫറൻസ് ചോയ്സസ് ആണ് ഫ്ലോട്ട്. അതായത് ഹയർ ആയിട്ടുള്ള ഓപ്ഷൻസിലേക്ക് എല്ലാം എന്നെ ഇനി പരിഗണിക്കണം എന്നുള്ളത്. സ്ലൈഡ് എന്ന് പറയുമ്പോൾ ഐ ആം വില്ലിംഗ് ടു ആക്സെപ്റ്റ് അഡ്മിഷൻ ടു എൻ അക്കാദമിക് പ്രോഗ്രാം ഓഫ് മൈ ഹയർ പ്രിഫറൻസ് ചോയ്സസ് ഇൻ ദ സെയിം. ഫ്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു നോട്ട് കൺസിഡർ ഇൻ ദ സബ്സിക്വൻറ്റ് റൗണ്ട് ഓഫ് അലോക്കേഷൻ. ഇപ്പോൾ കിട്ടിയ സീറ്റിൽ ഞാൻ തൃപ്തനാണ്, ഇനി മാറാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമ്മൾ കിട്ടിയിട്ടുള്ള സെയിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അപ്പോൾ ബി ആർക്ക് ഉണ്ട്, ബി പ്ലാൻ ഉണ്ട്, ബി ടെക് ഉണ്ട്. അപ്പോൾ സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഹയർ ഓപ്ഷൻസ് പരിഗണിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ സ്ലൈഡും എല്ലാ ഹയർ ഓപ്ഷൻസും പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ഫ്ലോട്ടും ഓപ്ഷൻസാണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കീമിൽ അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സിനെ പറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. വില്ലിങ്നെസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് 10 സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. പിന്നെ +2 മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഈക്വലൻറ്റ്. OBC നോൺ ക്രീമിലെയർ ആപ്ലിക്കൻസ് ആണെങ്കിൽ അതിൻ്റെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് സെൻട്രൽ ഫോർമാറ്റിലായിരിക്കണം. സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി പ്രൂഫ് വേണം. സ്റ്റേറ്റ് ലെവൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളവർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ബിസിനസ് റൂൾസിൽ അവൈലബിൾ ആണ്, അത് പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഫീസ് 35,000 ആണ് നമുക്കിവിടെ വേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽഡ് അനാലിസിസ് നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. ലൈക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിനെ പറ്റിയും എത്ര വരെ സീറ്റ് പോയിട്ടുണ്ട്, ഇനി എത്രയൊക്കെ കുട്ടികൾക്ക് ചാൻസസ് ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽഡ് അനാലിസിസ് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും മറ്റും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് വിത്ത് us, subscribe our channel. Congrats for all those who got admission. Best wishes for all waiting for allotments. Thank you.